الحمد لله ذي القوة والجلال جعل حب الوطن من أنبل الخصال والدفاع عنه من أشرف الأعمال وأشهد أن لا إله إلا الله وحده لا شريك له الكبير المتعال وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله المتصف بأجمل الخلال وأحمد الفعال فاللهم صل وسلم وبارك عليه وعلى صحب والآل والتابعين لهم إلى يوم المآل أما بعد فأوصيكم ونفسي بتقوى الله. قال سبحانه: يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാണ്. നമ്മൾ ജനിച്ച രാജ്യത്തോട് നമുക്കൊരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. നാം പിറന്നത്, അതുപോലെ തന്നെ വളർന്നത്, നമ്മളുടെ കുട്ടിക്കാലവും യുവത്വവും ഒക്കെ കഴിച്ചുകൂട്ടിയത് ആ രാജ്യത്താണ്. നമ്മുടെ എല്ലാ ക്ഷേമൈശ്വര്യങ്ങളിലും ഈ രാജ്യം, നമ്മൾ ജനിച്ച നാട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം അത് പ്രകൃതിപരമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ. അല്ലാഹു സുബ്ഹാനഹു തആല പ്രകൃത്യാ തന്നെ, രാജ്യത്തോട് മാത്രമുള്ള ഒരു കൽപ്പനയായിട്ട് സൂചിപ്പിക്കുന്നതല്ല, ഇങ്ങനെ പ്രകൃതിപരമായി ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാകുന്നു എന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, ഈ ഒരു നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ജന്മസ്ഥലം മക്ക വിട്ടുപോകേണ്ട വന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാം. ആ മക്കയുടെ അതിർത്തിയിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ. മക്ക രാജ്യമേ, നീ എത്ര വിശിഷ്ടമാണ്, നിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കി പറയുന്നത്. മദീനയിൽ എത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ആ രാജ്യത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചത്. ഏതെങ്കിലുമൊക്കെ ആവശ്യാർത്ഥം യാത്ര പോകേണ്ടി വന്നാൽ മദീനയോട് അടുക്കുമ്പോൾ മദീനയിലെത്താൻ ധൃതി കാണിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യം നമ്മുടെ എല്ലാ ഉയർച്ചയുടെയും പ്രതാപത്തിന്റെയും ഒക്കെ കാരണം നമ്മുടെ രാജ്യമാകുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം നമ്മുടെ ഒരു അമാനത്താണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫൽയുഅദ്ദില്ലദി ഉതുമിന അമാനതഹു. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ഉണ്ടായിരിക്കേണ്ടതാണ്.
നമ്മളിവിടെ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾ എന്നുള്ള നിലക്ക് ആ രാജ്യത്തോട് കാണിക്കേണ്ടുന്ന അമാനത്ത്, വിശ്വസ്തത അത് പൂർത്തീകരിക്കേണ്ടത്. നമുക്കറിയാം, വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ രാജ്യത്തോട് വലിയ അമാനത്തുള്ളവരാണ്. അവരാ അമാനത്ത് പൂർത്തീകരിക്കേണ്ടുന്നത് പഠനത്തിൽ മികവ് കാണിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, വഖുൽ റബ്ബി സിദ്നി ഇൽമാ, നിരന്തരമായ പ്രാർത്ഥനയുണ്ടാകണം, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന്. അതുപോലെ തന്നെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുക, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളെ അല്ലാഹു പല പദവികൾ ഉയർത്തും. പിന്നെയോ വല്ലദീന ഊതുൽ ഇൽമ, ഇൽമു നൽകപ്പെട്ട ആളുകളെയും എന്നാണ്. അപ്പൊ ഇൽമു നൽകപ്പെട്ട ആളുകൾ, അവരെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്, വിശ്വാസികളുടെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് ഇൽമു നൽകപ്പെട്ട ആളുകൾ. അപ്പൊ വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്തോട് കാണിക്കേണ്ടുന്ന അവരുടെ അമാനത്ത്, അത് അവർ പഠനരംഗത്ത് ഏറ്റവും നല്ല മികച്ച വിദ്യാർത്ഥികളായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവിധ ഉദ്യോഗ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവർക്കും ആ രാജ്യത്തോടുള്ള അമാനത്ത് പരിപൂർണമായി നിറവേറ്റേണ്ടവരാണ്. രാജ്യത്തോടുള്ള സ്നേഹം അത് കാണിക്കേണ്ടവരാണ് അവർ. അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? രാജ്യത്തോട് എനിക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്നുള്ളത് വാക്കാൽ പറഞ്ഞു പോകുന്ന ഒരു സംഗതിയാകാൻ പാടില്ല. അതൊരു ആവേശമായി കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നുമാകാൻ പാടില്ല. അതിലപ്പുറം ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലക്ക്, ഉദ്യോഗസ്ഥർ എന്നുള്ള നിലക്ക് അവർ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം ശരിയാവണ്ണം നിർവഹിച്ചുകൊണ്ടാണ്. ജോലിയിൽ അവർ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ്. തൊഴിലിന്റെ ആ ഒരു നൈതികത പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യുഹിബ്ബു ഇദാ അമില അബ്ദുഹു അമലൻ അൻ യുത്ഖിനഹു എന്ന് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നു ആര് ഇദാ അമില അബ്ദുഹു അമലൻ അൻ യുത്ഖിനഹു, അവൻ ചെയ്യുന്ന ജോലി, അത് പല ജോലികളാകാം. നമ്മള് താഴെ തട്ട് മുതൽ ഉന്നത തലങ്ങളിൽ വരെ വ്യത്യസ്തമായ വിവിധങ്ങളായ ജോലി അനുഷ്ഠിക്കുന്ന ആളുകൾ. നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്നുവോ ആ ജോലിയിൽ ആത്മാർത്ഥതയും കൃത്യനിഷ്ഠതയും അതുപോലെ തന്നെ ഇഷ്ടമൊക്കെ കാണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ രാജ്യത്തോട് കാണിക്കുന്ന ഇഷ്ടവും സ്നേഹവും അതുപോലെ തന്നെ അവർ പ്രകടിപ്പിക്കേണ്ടുന്ന ആത്മാർത്ഥതയും അമാനത്തും എന്ന് പരിചയപ്പെടുത്തി തരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, ഉന്നതമായ പദവിയിലുള്ള ആളുകൾ മറ്റുള്ള ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക എന്നുള്ളത് ഇതിനോട് കാണിക്കുന്ന അതിന്റെ എതിർ ദിശയാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൻ ളാറ അളറഹുല്ലാഹു ബിഹി എന്ന് പരിചയപ്പെടുത്തി തരുന്നു. ആരെങ്കിലും ഉപദ്രവിച്ചാൽ, മറ്റുള്ളവരെ അകാരണമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഉപദ്രവം അവർക്ക് ഏൽക്കേണ്ടി വരും എന്നുള്ളത് പരിചയപ്പെടുത്തി തരും. വിദ്യാർത്ഥികളായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും ഇതിലപ്പുറം നമ്മുടെ രാജ്യത്ത് നിന്ന് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അതൊരു പക്ഷേ നമ്മൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പോകുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ടാവും. അവർ ഈ രാജ്യത്തോട് കാണിക്കേണ്ടുന്ന സ്നേഹം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട്, നാം ഉൾക്കൊള്ളുന്ന മതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം പുലർത്തിക്കൊണ്ടായിരിക്കണം ആ നാടുകളിൽ അവർ ജീവിക്കേണ്ടത് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തരുന്നു, ഇന്ന ഖിയാറക്കും അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ഉന്നതമായ സ്വഭാവ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകളാകുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ഉന്നതമായ സ്വഭാവങ്ങൾ കാണേണ്ടുന്നത് വിവിധ രാജ്യങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അത് ഇന്ന രാജ്യക്കാരാകുന്നു എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കണം. അത് നമ്മുടെ രാജ്യത്തോട് നമ്മൾ കാണിക്കുന്ന ഇഷ്ടവും സ്നേഹവുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ രാജ്യത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ രാജ്യത്തോട് നമ്മൾ കാണിക്കേണ്ടുന്ന അമാനത്തുകൾ പരിപൂർണമായി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം.
അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അക്രമനാ ബിൽ അമാനി വൽ ഇത്മിനാൻ ഫീ വതനിൻ മിൻ ഖീറത്തിൽ ഔതാൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ മിസ്കിൽ ഖിതാം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ കിറാം വമൻ തബിഅഹും ബിഇഹ്സാൻ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നാം ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യത്തോട് ആ നാട്ടിൽ താമസിക്കുന്നവർ എന്നുള്ള നിലക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാകുന്നു എന്നാണ്. ആ ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അമാനത്തായിട്ട് നമ്മളെ ഏൽപ്പിച്ചതാകുന്നു. ആ അമാനത്ത് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള ആളുകൾ അവരുടേതായ ആ അമാനത്ത് നിർവഹിക്കേണ്ടവരാണ്. ഇങ്ങനെ ഒരു രാജ്യത്തോട് ഏറെ ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭടന്മാരായിട്ടുള്ള ആളുകൾ, രാജ്യാതിർത്തി കാക്കുന്ന ആളുകൾ, രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന സൈന്യം. വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഐനാനി ലാ തമസ്സുഹുമന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകം സ്പർശിക്കുകയേ ഇല്ല എന്നാണ്. അതിലൊരു കണ്ണ് ഐനുൻ ബകതു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണാണ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്. അതിന്റെ കൂടെയാണ് മറ്റൊന്നും കൂടെ ചേർത്ത് പറഞ്ഞത്, വഅയിലുൻ ബാതതു തഹ്റുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നവർ എന്നാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടാകാം, രാജ്യത്തിന് വേണ്ടിയിട്ടാകാം, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന ആ കണ്ണുകൾ, ഉറങ്ങാതെ കാത്തു നിൽക്കുന്ന കണ്ണുകൾ, അതിനെയും നരകത്തിൽ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ രാജ്യത്തിന്റെ ഭടന്മാരായി നിലകൊള്ളുന്ന ആളുകൾ, അത് സൈന്യത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഭടന്മാരായി നിലകൊള്ളുന്ന ആളുകൾ നമ്മളെല്ലാം ഒരർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭടന്മാരാണ്. അപ്പൊ ആ രാജ്യത്തോടുള്ള ഇഷ്ടവും സ്നേഹവും അമാനത്തും അത് പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പല രൂപത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹുമ്മ വസല്ലം വബാരിക അലാ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വറല്ലല്ലാഹുമ്മ അനിൽ ഖുലഫാഇർ റാഷിദീൻ വഅൻ സായിരിസ് സ്വഹാബത്തിൽ അക്രമീൻ. اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والاستهار وعم العالم بالرحمة والسلام. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى، واشمل بتأييدك حاكم إماراتنا الشيخ حمد بن محمد الشرقي وولي عهده. اللهم ارحم الشيخ زايد وشيخ راشد وشيخ محمد بن حمد الشرقي والقادة المؤسسين والشيخ مكتوم وشيخ خليفة بن زايد، وأدخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وأفرادك. اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات
ഇബാദല്ലാഹ് ഉദ്കുറുല്ലാഹൽ അലീമൽ ജലീല യദ്കുറുക്കും വഷ്കുറൂഹു അലാ നിഅമിഹി യസിദുക്കും വഅഖിമിസ് സ്വലാഹ്.